ഞാൻ ഡോക്ടർ മരിയലിസ മാത്യു, വെറ്റിനറി ഡോക്ടറാണ്. മനോജ് എന്ന സുഹൃത്താണ് ആടുകളിലെ പ്രഗ്നൻസി ടോക്സീമിയ അഥവാ ഗർഭാവസ്ഥയിലെ വിഷബാധയെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചത്. ശരിയാണ്, സാധാരണ കർഷകർക്ക് അത്ര പരിചയമില്ലാത്ത ഒരു വിഷയമാണ്. അപ്പോൾ തീർച്ചയായും ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇതുപോലെയുള്ള ആവശ്യങ്ങൾ കർഷകരുടെ ഭാഗത്തു നിന്ന് വന്നാൽ നന്നായിരിക്കും. പ്രഗ്നൻസി ടോക്സീമിയ, ഗർഭാവസ്ഥയിലെ കീറ്റോസിസ്, ഇരട്ട ആട്ടിൻകുട്ടി രോഗം എന്നിങ്ങനെ പല പേരുകളുള്ള ഒരു അസുഖമാണിത്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയും വിഷവസ്തുക്കളായ കീറ്റോൺ ബോഡികൾ കൂടുകയും ചെയ്യുന്നതാണ് രോഗകാരണം. ആടിനെ വളർത്തുന്ന കർഷകനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു അസുഖമാണ്. കാരണം ഗർഭത്തിന്റെ അവസാന കാലത്ത്, ഏതാണ്ട് അവസാന 6 ആഴ്ച കാലത്താണ് ഈ രോഗം പിടിപെടാറുള്ളത്. അപ്പോൾ ആറ്റുനോറ്റിരുന്ന ആടിന്റെ രോഗാവസ്ഥ ഏത് കർഷകനെയും വേദനിപ്പിക്കും. ഇതിന്റെ കാരണം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്നതാണ്. അപ്പോൾ വിഷവസ്തുക്കളായ കീറ്റോൺ ബോഡികൾ കൂടും. അത് വലിയ വലിയ കുഴപ്പങ്ങളിലേക്ക് ചെന്നെത്തും. ഇതിന്റെ കാരണങ്ങൾ അറിഞ്ഞാലേ അതിന് പ്രതിവിധി ചെയ്യാൻ കർഷകർക്ക് സാധിക്കുള്ളൂ. പ്രധാന കാരണം പോഷകാഹാരക്കുറവും പ്രതികൂല കാലാവസ്ഥകളുമാണ്. ഗർഭത്തിന്റെ അവസാന 6 ആഴ്ചകളാണ് ഈ രോഗം പിടിപെടുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ കാലത്ത് കൂടുതൽ ഊർജ ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങള് അവർക്ക് ആവശ്യമുള്ളതൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ അതിനനുസരിച്ച് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. ഇതിൽ കണ്ടുവരുന്നത് വല്ലാതെ തടിച്ചതോ അമിതമായി മെലിഞ്ഞതോ ആയ ആടുകളിൽ ഈ അവസ്ഥ കാണാറുണ്ട്. പൊണ്ണത്തടിയും ഒരു പ്രശ്നമാണ്. പിന്നെ മറ്റൊരു കാരണം പേര് സൂചിപ്പിക്കുന്ന പോലെ ഇരട്ട ആട്ടിൻകുട്ടി രോഗം. അതായത് കൂടുതൽ കുഞ്ഞുങ്ങളുള്ളപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കൂടി പോഷകങ്ങൾ വലിച്ചെടുക്കും. അപ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കൂടുതൽ ഊർജം ആവശ്യമാണ്. അതിനനുസരിച്ച് ഭക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് പ്രശ്നമാകുന്നത്. സ്വതവേ ഏത് രോഗവും പ്രായം കൂടുന്തോറും രോഗസാധ്യതകൾ കൂടുതലാണ്, ആരോഗ്യം കുറയും. അപ്പോൾ പ്രായം കൂടുതലുള്ള ആടുകളിലും ഈ രോഗാവസ്ഥ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കർഷകർ ചെയ്യേണ്ട ഒരു കാര്യം, ഗർഭാവസ്ഥയിലുള്ള ആടുകളെ ഒന്ന് നിരീക്ഷിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ ലഭ്യമാക്കുകയാണ് ചെയ്യാനുള്ള കാര്യം. ലക്ഷണങ്ങൾ അറിഞ്ഞാലേ ചികിത്സ ചെയ്യാൻ സാധിക്കൂ. ഏതൊരു രോഗത്തിന്റെയും എന്നതുപോലെ ക്ഷീണവും വിശപ്പില്ലായ്മയും ആദ്യത്തെ ലക്ഷണം. എഴുന്നേക്കാനും നടക്കാനും ഒക്കെ മടിയാകും. പേശികളൊക്കെ, അതായത് മസിലൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. കുറച്ചുകൂടി രോഗം മൂർച്ഛിക്കുമ്പോൾ പല്ല് പൊടിയും. അതൊന്നും നമ്മൾ അത്ര ശ്രദ്ധിച്ചെന്ന് വരികയില്ല. മൂക്കിൽ നിന്ന് കഫം ഒലിക്കും. ഇതൊക്കെയാണ് ആദ്യ ലക്ഷണങ്ങൾ. തുടക്കത്തിൽ തന്നെ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ കണ്ണ് കാണാൻ മേലാതെയാകും, അന്ധത. ഞരമ്പിനെ ബാധിക്കുമ്പോൾ ഞരമ്പ് സംബന്ധമായ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും. ക്രമേണ കോമയിലേക്കും മരണത്തിലേക്കുമാണ് ആട് നീങ്ങുക. അതാണ് അതിലെ ഏറ്റവും വേദനാജനകമായ കാര്യം. ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. രോഗലക്ഷണങ്ങൾ, ഈ രോഗം കണ്ടുപിടിക്കാനും എളുപ്പമാണ്. രോഗലക്ഷണങ്ങൾ മാത്രമല്ല, മൂത്രം പരിശോധിച്ചാൽ കീറ്റോൺ ബോഡി, ഈ രോഗം ബാധിച്ച ആടിന് ഈ കീറ്റോൺ ബോഡിയുടെ വല്ലാത്ത ഒരു ദുർഗന്ധം ഉണ്ടാവും. അപ്പം അസ്വാഭാവികമായ മണം ആടിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതും ഒരു സൂചനയാണ്. അപ്പോൾ ആട് വളർത്തുന്ന കർഷകർ ഗർഭിണി ആടിനെ നിങ്ങൾ നന്നായിട്ട് നോക്കുമെന്നൊക്കെ അറിയാം. അപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ക്ഷീണം കണ്ടാൽ ഉടനെ തന്നെ വിദഗ്ധ ചികിത്സ തേടുക. പ്രഗ്നൻസി ടോക്സീമിയ ഒരു പ്രശ്നമായി തീരാതിരിക്കും. ഗർഭിണി ആടിനെ നിങ്ങൾ പൊന്നുപോലെ നോക്കുമെന്നറിയാം. എന്നാലും അവളൊരു ക്ഷീണമോ ഭക്ഷണത്തിന് മടിയോ കാണിച്ചാൽ അത് അവഗണിക്കരുത്. അവളെ വിദഗ്ധ പരിശോധനയ്ക്കും വേണ്ടി വന്നാൽ ചികിത്സയും നൽകണം. അപ്പോൾ ശരി, ബൈ.